ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്നുള്ള കാര്യം. അപ്പോൾ മുഴുവൻ ഈ മൃതദേഹങ്ങളും വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ അതിനുശേഷം എന്തായിരിക്കും ഒരു അവസ്ഥ എന്നുള്ള കാര്യം കൂടി, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ നാസർ. തീർച്ചയായിട്ടും അമൃത, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ട്രംപിന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ ഗസയിലേക്ക് വിന്യസിക്കാൻ വളരെ പൊടുന്നനെ തന്നെ അത് നടപ്പാകുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സംഭവമാണത്. നിരവധി അറബ് രാജ്യങ്ങൾ സേനയെ അയക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ടും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ രാജ്യങ്ങൾ എത്ര അളവിലായിരിക്കും സേനയെ വിന്യസിക്കുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ഇനിയും രൂപപ്പെട്ടിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 20,000 സൈനികരെയെങ്കിലും ഗസയിൽ കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ ഈ കൊണ്ടുവരുന്ന വിദേശ സൈന്യത്തിൻ്റെ അവരുടെ സ്കോപ്പ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതി എത്രയായിരിക്കും, അവർക്ക് എത്ര കണ്ട് അവകാശങ്ങൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കും ഇതുവരെയും തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ട്രംപ് ഭരണകൂടം നൽകിയിട്ടില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കരട് പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് യുഎൻ പൊതുസഭയ്ക്ക് മുമ്പാകെ സമർപ്പിക്കാൻ അമേരിക്ക കൈമാറിയിട്ടുണ്ട്. അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളുടെയും പങ്കാളിത്തം ഈ ഒരു സേനയ്ക്ക് വേണമെന്നതാണ്. പക്ഷേ ഇസ്രായേൽ, തുർക്കി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സേനകളെ ഇതിൽ അനുവദിക്കുകയില്ല എന്നൊരു നിലപാടും കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം കൈവരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് വിദേശ സൈനിക സാന്നിധ്യത്തെ അനുവദിക്കുക. അതും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പുറത്തുള്ള വൻശക്തി രാജ്യങ്ങളുടെയോ മറ്റോ ഒരു സേനയെയും അനുവദിക്കുകയില്ല എന്നൊരു നിലപാടിൽ ഹമാസും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടൊരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കുമ്പോൾ ഹമാസിനെ വിശ്വാസത്തിലെടുക്കാൻ എത്ര കണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് സാധിക്കും? അതല്ല, ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു വിദേശ കൊളോണിയൽ സേനയെ അവിടെ നിലനിർത്തുകയാണോ ഇസ്രായേലും അമേരിക്കയും താല്പര്യമെടുക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കും വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിഭീകരമായ ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നാസർ നേരത്തെ ഈ സഹായ വിതരണത്തെക്കുറിച്ച് ഒക്കെ പറയുകയുണ്ടായല്ലോ. നമുക്കറിയാം ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന് പിന്നാലെ ലക്ഷങ്ങളാണ് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇത്രയും നാൾ മറ്റ് ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളുടെ ഒരു സാഹചര്യം നിലവിലിപ്പോൾ എന്താണ് നാസർ? ഈ പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് എങ്കിലും സാധനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ? വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഗസയിലെ ഈ ജനത, ഏതാണ്ട് 20 ലക്ഷത്തിലധികം വരുന്ന ജനത മുന്നോട്ട് പോകുന്നത്. 2 കൊല്ലത്തെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള യുദ്ധം ഒരു ഭാഗത്ത്, ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ മറുഭാഗത്ത്. ഏതാണ്ട് 81% ഗസയിലെ കെട്ടിടങ്ങളും ഇല്ലാതാക്കിയെന്ന് UN റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ താൽക്കാലിക താമസ സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഈ തകർന്നു വീണ പല കെട്ടിടങ്ങളുടെയും ചേർന്നുകൊണ്ട് ചെറിയ സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ജനതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഭക്ഷണം, വെള്ളം, മരുന്ന് ഉൾപ്പെടെയുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. നിത്യം 600 ട്രക്കുകൾ അനുവദിക്കുമെന്ന് വ്യക്തമാക്കിയെടുത്ത് ഇപ്പോൾ 100-125 ട്രക്കുകൾ മാത്രമാണ് അനുവദിക്കുന്നത്. അതിൽ തന്നെയും ഈ താൽക്കാലിക താമസ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ നൽകാൻ അനുവദിക്കാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറാവുന്നില്ല. അതൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ കുടിവെള്ളക്ഷാമം വലിയ തോതിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 40ഓളം ആശുപത്രികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നിപ്പോൾ 10-12 ആശുപത്രികൾ മാത്രമാണ് പേരിനെങ്കിലും പ്രവർത്തിക്കുന്നത്. അവിടെ പോലും മരുന്നോ മറ്റ് ഉപകരണങ്ങളോ ഇല്ല. ഒരു 15,000 പേരെങ്കിലും അടിയന്തരമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഗസക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് UN തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലും ഒരു നടപടിയുമായിട്ടില്ല. അതായത് ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ ആ വെടിനിർത്തൽ സമയത്ത്, ആക്രമണ വേളയിൽ മാത്രമല്ല, ഒക്ടോബർ 10 മുതൽ ആരംഭിച്ച ഈ ഇപ്പോൾ തുടരുന്ന ഈ വെടിനിർത്തൽ ഘട്ടത്തിലും ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് പലസ്തീൻ ജനതയുടെ നോവുകൾ, അവരുടെ ദുരിതങ്ങൾ അറുതിയില്ലാതെ തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഗസ ചിത്രം എന്നത്. അമൃത. ശരി, MCA നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.